തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ യുവാവ് കുത്തേറ്റ് മരിച്ച കറുത്ത പുലരിയിലാണ് 2025 പുതുവർഷം പിറന്നത്. മുള്ളൂർക്കരയിൽ പുതുവത്സരാശംസ പറയാത്തതിന്റെ വൈരാഗ്യത്തിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത് വലിയ വാർത്തയായി. ജനുവരി 1. 2023 കുന്നംകുളത്ത് നടന്ന 65ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ദൃശ്യമാധ്യമ വിഭാഗത്തിൽ മികച്ച കവറേജിനുള്ള ജൂറിയുടെ പ്രത്യേക പുരസ്കാരം TCVക്ക് ജനുവരി 2. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസിനൊഴികെ മറ്റ് വകുപ്പുകൾക്ക് വീഴ്ചയില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട് ജനുവരി 5. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ PV അൻവർ MLA അറസ്റ്റിലായി ജനുവരി 5. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂരിന് കലാകിരീടം. 1/4 നൂറ്റാണ്ടിന് ശേഷമാണ് തൃശൂർ ജില്ല സ്വർണ്ണക്കപ്പിൽ മുത്തമിടുന്നത് ജനുവരി 8. കേരള സ്കൂൾ കലോത്സവം 2024-25 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല 1008 പോയിന്റുമായി തൃശൂർ. മലയാളത്തിൻ്റെ പ്രിയ ഭാവഗായകൻ P. ജയചന്ദ്രൻ അന്തരിച്ചു ജനുവരി 9. റഷ്യൻ യുദ്ധമുഖത്ത് കുടുങ്ങി വെടിയേറ്റ തൃശൂരിലെ യുവാക്കളിൽ ഒരാൾ മരിച്ചതായി ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു. കുട്ടനെല്ലൂർ സ്വദേശി ബിനിൽ മരിച്ചതായാണ് സ്ഥിരീകരണം ജനുവരി 13. PV അൻവർ MLA സ്ഥാനം രാജിവെച്ചത് ജനുവരി 13. തിരുവനന്തപുരം പാറശാല ഷാരോൺ രാജ് വധക്കേസിലെ 1-ാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ ജനുവരി 20. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് AM ബഷീറാണ് വിധി പ്രഖ്യാപിച്ചത്. ഗ്രീഷ്മയ്ക്ക് ചെകുത്താൻ ചിന്തയാണെന്നും ബോധപൂർവം പദ്ധതി തയ്യാറാക്കി ഷാരോണിനെ കൊലപ്പെടുത്തിയതാണെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാജ്യം പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. IM വിജയന് പത്മശ്രീ ജനുവരി 25. അണ്ടർ-19 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്ക് കിരീടം ഫെബ്രുവരി 2. ചിറ്റാട്ടുകരയിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയിടഞ്ഞ് ഒരാളെ കുത്തിക്കൊന്നു. പാപ്പാനടക്കം നിരവധി പേർക്ക് പരിക്ക് ഫെബ്രുവരി 4. കൊടകരയിൽ വീട്ടിൽ കവർച്ച. 53 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു ഫെബ്രുവരി 11. ഫെബ്രുവരി 14 ചാലക്കുടി പോട്ടയിൽ പട്ടാപ്പകൽ ബാങ്ക് കവർച്ച. 15 ലക്ഷം രൂപയോളം തട്ടിയെടുത്തു. പീച്ചി താമരവെള്ളച്ചാലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി കൊല്ലപ്പെട്ടു ഫെബ്രുവരി 19. പാലിയക്കരയിലെ കോഫി ഷോപ്പിൽ യുവാവിനെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ വീട്ടിൽ യുവതിയെ പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയത് മാർച്ച് 1. മനക്കൊടി സ്വദേശിയായ യുവതിയെയാണ് മർദ്ദനമേറ്റ് അവശനിലയിൽ കണ്ടെത്തിയത്. പ്രതികളെ തിരഞ്ഞ് കല്ലൂർ നായരങ്ങാടിയിലെ ഗോപകുമാറിന്റെ വീട്ടിലെത്തിയ പോലീസ് പരിക്കേറ്റ നിലയിൽ യുവതിയെ കണ്ടെത്തുകയായിരുന്നു. യുവതിയുടെ സുഹൃത്ത് അഖിലും ഗോപകുമാറും ചേർന്ന് നടത്തുന്ന സ്പായുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് യുവതിയെ തട്ടിക്കൊണ്ടുപോയത്. കൊടുങ്ങല്ലൂർ നഗരമധ്യത്തിൽ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിയുണ്ടായത് ആശങ്കയ്ക്കിടയാക്കി. മാർച്ച് 3. സ്കൂട്ടറിലെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന എയർ കണ്ടീഷണറിൽ നിറയ്ക്കുന്ന ഗ്യാസ് സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത്. തൃശൂരിൽ റെയിൽവേ പാളത്തിൽ ഇരുമ്പ് റാഡ് കണ്ടെത്തിയ സംഭവം ആശങ്കയ്ക്കിടയാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സ്വദേശിയായ പ്രതിയെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടിയത് മാർച്ച് 6. ചൂടിനാശ്വാസമായി വന്നെത്തിയ വേനൽ മഴ വില്ലനായി മാർച്ച് 12. തൃശൂർ നെടുപുഴയിൽ വൻ ലഹരിമരുന്ന് വേട്ട. 4 കിലോ കഞ്ചാവും 70 ഗ്രാം MDMAയുമായി സഹോദരങ്ങളടക്കം 3 പേർ പോലീസിന്റെ പിടിയിലായത് മാർച്ച് 7. പ്രശസ്ത ഗാനരചയിതാവ് മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചത് മാർച്ച് 17. 9 മാസത്തിലേറെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും സംഘവും ഭൂമിയിലേക്ക് യാത്ര തിരിച്ചത് മാർച്ച് 18. തൃശൂരിൽ പദമഴ പെയ്തത് മാർച്ച് 22. മാർച്ച് 24 BJP സംസ്ഥാന അധ്യക്ഷനായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റു. ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തുണ്ടായ അഗ്നിബാധയിൽ ശ്രീകോവിലിനടുത്തുള്ള ഭണ്ഡാരത്തിലെ നോട്ടുകൾ കത്തിനശിച്ചത് ഏപ്രിൽ 1. ഏപ്രിൽ 6 MA ബേബിയെ CPM ജനറൽ സെക്രട്ടറിയായി മധുരയിൽ നടന്ന CPM പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുത്തു. EMSന് ശേഷം കേരള ഘടകത്തിൽ നിന്നും ജനറൽ സെക്രട്ടറിയാകുന്ന മലയാളിയാണ് MA ബേബി.
ഗുരുവായൂർ ദേവസ്വത്തിലെ ആനമുത്തശ്ശി നന്ദിനി ചരിഞ്ഞത് ഏപ്രിൽ 12-ന്. കാട്ടക്കാമ്പാലിൽ ചുഴലിക്കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമുണ്ടായത് ഏപ്രിൽ 13-ന്. അതിരപ്പള്ളിയിൽ കാട്ടാനയാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടത് ഏപ്രിൽ 15-ന്. തൃശൂർ പാലക്കാട് RD ഓഫീസുകളിൽ ബോംബ് ഭീഷണി വന്നത് ഏപ്രിൽ 16-ന്. ഇമെയിൽ വഴിയാണ് സന്ദേശം ലഭിച്ചത്. ലഹരിക്കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചത് ഏപ്രിൽ 19-ന്. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തത് ഏപ്രിൽ 21-ന്. ശക്തമായ കാറ്റിലും മഴയിലും തൃശൂർ മൃഗശാലയിൽ വൻ നാശനഷ്ടമുണ്ടായത് ഏപ്രിൽ 23-ന്. മൃഗങ്ങളുടെ കൂടുകളിൽ വൻ വൃക്ഷങ്ങൾ കടപുഴകി വീണു. റഷ്യൻ കൂലിപ്പട്ടാളത്തിലെത്തി യുദ്ധമുഖത്ത് പരിക്കേറ്റ കുത്തുപാറ സ്വദേശി ജെയിൻ മോചിതനായി സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയത് ഏപ്രിൽ 24-ന്. ISRO മുൻ ചെയർമാൻ ഡോക്ടർ കസ്തൂരി രംഗൻ അന്തരിച്ചത് ഏപ്രിൽ 25-ന്. ഏപ്രിൽ 26-ന് പ്രശസ്ത ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ അന്തരിച്ചു. ചാലക്കുടി ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ ലഹരിക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുഖ്യപ്രതി നാരായണദാസിനെ ബംഗളൂരുവിൽ നിന്നും പോലീസ് പിടികൂടിയത് ഏപ്രിൽ 28-ന്. റാപ്പർ വേടന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് 6.5 ഗ്രാം കഞ്ചാവ് പിടികൂടിയത് ഏപ്രിൽ 28-ന്. വേടൻ ഉൾപ്പെടെ 9 പേരെ ഹിൽ പാലസ് പോലീസ് അറസ്റ്റ് ചെയ്തു. വിഖ്യാത സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി എൻ കരുൺ അന്തരിച്ചതും ഏപ്രിൽ 28-ന്. മലബാർ സ്പെഷ്യൽ പോലീസിൽ ഡെപ്യൂട്ടി കമാൻഡന്റായി IM വിജയന് സ്ഥാനക്കയറ്റം നൽകിയത് ഏപ്രിൽ 29-ന്. അടുത്ത ദിവസം വിരമിക്കാനിരിക്കെ സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ചാണ് സ്ഥാനക്കയറ്റം നൽകിയത്. ഡിജിറ്റൽ കേബിൾ TV രംഗത്ത് കേരള വിഷന് അഭിമാനകരമായ കുതിപ്പ് സമ്മാനിച്ചായിരുന്നു മെയ്യുടെ തുടക്കം. ട്രായുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഡിജിറ്റൽ കേബിൾ TV രംഗത്ത് രാജ്യത്ത് 4-ാം സ്ഥാനത്താണ് KCCL. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് മെയ് 2-ന്. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം നടന്നത് മെയ് 6-ന്. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് MLA നിയമിച്ചത് മെയ് 8-ന്. മെയ് 19-ന് തൃശൂർ നഗരത്തിൽ വൻ കഞ്ചാവ് വേട്ട. റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നും 25 കിലോ കഞ്ചാവുമായി 4 ഇതര സംസ്ഥാന യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ ചാവക്കാട് ദേശീയപാതയിൽ വിള്ളൽ രൂപപ്പെട്ടത് മെയ് 21-ന്. ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ രാത്രി തന്നെ അധികൃതർ ടാറിട്ട് വിള്ളലടച്ചു. തൃശൂർ കുരിയച്ചിറയിൽ പിക്കപ്പ് വാനിൽ കടത്തിയ 1575 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് ഇന്റലിജൻസ് സംഘം പിടികൂടിയത് സിനിമ സ്റ്റൈലിലായിരുന്നു. സംഭവം നടന്നത് മെയ് 21-ന്. മലക്കപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടത് മെയ് 22-ന്. തൃശൂർ പുഴയ്ക്കലിൽ 4-അംഗ സംഘം സെക്യൂരിറ്റി ജീവനക്കാരനെ കെട്ടിയിട്ട് മോഷണത്തിന് ശ്രമിച്ചത് ജൂൺ 2-ന്. ഹൈസൺ ടാറ്റ ഷോറൂമിലാണ് സംഭവം. നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് വാഹനാപകടത്തിൽ മരിച്ചു. ജൂൺ 6. അപകടത്തിൽ ഷൈനിനും അമ്മയ്ക്കും പരിക്കേറ്റു. ചരിത്രത്തിലാദ്യമായി കലാമണ്ഡലത്തിൽ ഭരതനാട്യം പഠിക്കാൻ ആൺകുട്ടി എത്തിയത് ജൂൺ 11-ന്. പിറവം സ്വദേശി ഡാനിയേലാണ് ഭരതനാട്യം അഭ്യസിക്കാനെത്തിയത്. രാജ്യം നടുങ്ങിയ അഹമ്മദാബാദ് വിമാന ദുരന്തം നടന്നത് ജൂൺ 12-ന്. മലയാളിയായ പത്തനംതിട്ട സ്വദേശി നേഴ്സും അപകടത്തിൽ മരിച്ചു. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ ലഹരിക്കേസിൽ കുടുക്കിയ സംഭവത്തിലെ മുഖ്യ ആസൂത്രക ലിവിയ ജോസ് പിടിയിലായത് മുംബൈ വിമാനത്താവളത്തിൽ നിന്നാണ്. ജൂൺ 13. ജൂൺ 16 ജില്ലയിൽ മഴക്കെടുതി രൂക്ഷമായി. തൃശൂർ പെരിങ്ങാവിൽ നിരവധി വീടുകൾ വെള്ളക്കെട്ടിലായി. വാൽപ്പാറയിൽ 4.5 വയസ്സുകാരിയെ പുലി പിടിച്ചത് ജൂൺ 20-ന്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് മിന്നും ജയം. ആര്യാടൻ ഷൗക്കത്ത് 11,077 വോട്ടുകൾക്ക് വിജയിച്ചത് ജൂൺ 23-ന്.
കേരള സാഹിത്യ അക്കാദമിയുടെ 2024 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് ജൂൺ 26-ന്. ജൂൺ 27 കൊടകര ടൗണിൽ കാലപ്പഴക്കം ചെന്ന ഇരുനില കെട്ടിടം തകർന്നു വീണ് 3 അതിഥി തൊഴിലാളികൾ മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന 12 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുലർച്ചെ 6 മണിയോടെയാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. കൊടകര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം റോഡിൽ നിന്ന് ഏതാനും മീറ്റർ ഉള്ളിലേക്ക് മാറിയുള്ള കെട്ടിടമാണ് മഴയിൽ തകർന്നു വീണത്. 15 അതിഥി തൊഴിലാളികളാണ് ഇതിൽ താമസിച്ചിരുന്നത്. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയായ കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ജൂലൈ 1. ജൂലൈ 4-ന് സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം. മരിച്ച മലപ്പുറം സ്വദേശിയായ 18-കാരിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചത്. കൽദായ സുറിയാനി സഭ മുൻ ആർച്ച് ബിഷപ്പ് മാർ അപ്രേം കാലം ചെയ്തു. ജൂലൈ 7. കീം പരീക്ഷാഫലം ഹൈക്കോടതി റദ്ദാക്കിയത് ജൂലൈ 9-ന്. പരീക്ഷയുടെ പ്രോസ്പെക്ടസ് പുറത്തിറക്കിയ ശേഷം വെയിറ്റേജ് മാറ്റിയത് നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തത് ജൂലൈ 13-ന്. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായിരുന്ന VS അച്യുതാനന്ദൻ അന്തരിച്ചത് ജൂലൈ 21-ന്. 101 വയസ്സായിരുന്നു. 2006 മുതൽ 2011 വരെ മുഖ്യമന്ത്രിയായിരുന്നു. 3 തവണ പ്രതിപക്ഷ നേതാവായിരുന്നു. 1980 മുതൽ 1991 വരെ 3 തവണ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി. 10 തവണ നിയമസഭയിലേക്ക് മത്സരിച്ചു. 7 തവണ വിജയിച്ചു. 85 വർഷക്കാലമായി പാർട്ടി അംഗമായി പ്രവർത്തിച്ചു വരുന്നു. കണ്ണൂർ ജയിലിൽ നിന്നും ചാടിയ സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദച്ചാമി പിടിയിലായത് ജൂലൈ 25-ന്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 1. മികച്ച സഹനടിക്കുള്ള പുരസ്കാരത്തിന് ഉർവശിയും മികച്ച സഹനടനുള്ള പുരസ്കാരത്തിന് വിജയരാഘവനും അർഹനായി. ചലച്ചിത്ര മിമിക്രി താരം കലാഭവൻ നവാസ് അന്തരിച്ചതും ഓഗസ്റ്റ് 1-ന്. ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എഴുത്തുകാരനും ചിന്തകനും വാഗ്മിയുമായിരുന്ന പ്രൊഫസർ MK സാനു അന്തരിച്ചത് ഓഗസ്റ്റ് 2. ഓഗസ്റ്റ് 6 ഹൈക്കോടതി ഉത്തരവിൽ പാലിയേക്കര ടോൾ പിരിവ് നിർത്തിവെച്ചു. ടോൾ ബൂത്തുകളിലെ ബാരിക്കേഡുകൾ മാറ്റിവെച്ച് ഫാസ്ടാഗ് സംവിധാനം ഓഫ് ചെയ്ത് വാഹനങ്ങൾ കടത്തിവിട്ടു. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കും അടിപ്പാത നിർമ്മാണവും മൂലം യാത്രക്കാർ ദുരിതമനുഭവിച്ചതിനെ തുടർന്നാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. പേരാമ്പ്രയിൽ മിനി ലോറിയിൽ പച്ചക്കറിയുടെ കൂടെ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന 2765 ലിറ്റർ സ്പിരിറ്റ് പോലീസ് പിടികൂടിയത് ഓഗസ്റ്റ് 9-ന്. തമിഴ്നാട് വാൽപ്പാറയിൽ 8 വയസ്സുകാരനെ കരടി ആക്രമിച്ച് കൊലപ്പെടുത്തിയത് ഓഗസ്റ്റ് 11-ന്. അസാം സ്വദേശികളായ ദമ്പതികളുടെ മകൻ നൂറിൻ ഇസ്ലാമാണ് കൊല്ലപ്പെട്ടത്. വിവാദങ്ങളെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെച്ചത് ഓഗസ്റ്റ് 21-ന്. ലൈംഗിക ആരോപണങ്ങളിൽ കുടുങ്ങിയ MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ഓഗസ്റ്റ് 25-ന്. സെപ്റ്റംബർ 3 യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുകയും പോലീസിനെ ഉപദ്രവിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്ന് വ്യാജ കേസ് ഉണ്ടാക്കി സുജിത്തിനെ ജയിലിൽ അടയ്ക്കാനായിരുന്നു പോലീസിന്റെ നീക്കം. എന്നാൽ വൈദ്യപരിശോധനയിൽ സുജിത്ത് മദ്യപിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി സുജിത്തിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. സെപ്റ്റംബർ 9-ന് CP രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. തൃശൂർ അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി കാലം ചെയ്തത് സെപ്റ്റംബർ 17-ന്. സെപ്റ്റംബർ 19 അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് തൃശൂർ ജില്ലയിൽ ഒരു മരണം. പുന്നയൂർ അകലാട് സ്വദേശിയാണ് മരിച്ചത്. സെപ്റ്റംബർ 23 ചലച്ചിത്ര മേഖലയിലെ പരമോന്നത ബഹുമതിയായ 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാൽ ഏറ്റുവാങ്ങി. ഒക്ടോബർ 5 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം തൃശൂർ കോലടി സ്വദേശി E. സന്തോഷ് കുമാറിന്. തപോമയിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് പുരസ്കാരം. ഒക്ടോബർ 13 തൃശൂർ മാള സ്വദേശിയായ അഡ്വക്കേറ്റ് OJ ജനീഷിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുത്തു. CPM നേതാവും കുന്നംകുളം മുൻ MLAയുമായ ബാബു M. പാലിശ്ശേരി അന്തരിച്ചത് ഒക്ടോബർ 14-ന്.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തത് ഒക്ടോബർ 17-ന്. ശബരിമല മേൽശാന്തിയായി മറ്റത്തൂർ വാസുപുരം ഏറന്നൂർമന ED പ്രസാദ് നമ്പൂതിരിയെ തെരഞ്ഞെടുത്തത് ഒക്ടോബർ 18-ന്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് ഒക്ടോബർ 22-ന്. മണ്ണുത്തിയിൽ ബസ്സുടമയെ ആക്രമിച്ച് കാറിലെത്തിയ സംഘം 75 ലക്ഷം രൂപ കൊള്ളയടിച്ചത് ഒക്ടോബർ 25-ന്. ഒക്ടോബർ 28 പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലുതും ഏഷ്യയിലെ വലിയ രണ്ടാമത്തെയും സുവോളജിക്കൽ പാർക്കിന്റെ തലയെടുപ്പ് ഇനി തൃശൂരിന് സ്വന്തം. ഉത്സവാഘോഷച്ചായ പകർന്നാടിയ ചടങ്ങിൽ 4 പതിറ്റാണ്ട് കാലത്തോളം നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സ്വപ്ന പദ്ധതി നാടിന് സമർപ്പിച്ചത്. കേരളപ്പിറവി ദിനമായ നവംബർ 1-ന് പ്രഖ്യാപിച്ച 2025 എഴുത്തച്ഛൻ പുരസ്കാരം കവി KG ശങ്കരപ്പിള്ളയ്ക്ക്. നവംബർ 3 2024 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച നടൻ മമ്മൂട്ടി, മികച്ച നടി ഷംല ഹംസ, മികച്ച ചിത്രം ഉൾപ്പെടെ മഞ്ഞുമ്മൽ ബോയ്സിന് 10 പുരസ്കാരങ്ങൾ. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചത് നവംബർ 8-ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. കന്നിയാത്രയിൽ വിദ്യാർത്ഥികൾ ഗണഗീതം പാടിയത് വിവാദമായി. ദില്ലി ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനമുണ്ടായത് നവംബർ 10-ന്. 13 പേർ കൊല്ലപ്പെടുകയും 30-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നത് നവംബർ 14-ന്. NDAയ്ക്ക് വൻ വിജയം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റും മുൻ MLAയുമായ A. പത്മകുമാർ അറസ്റ്റിലായത് നവംബർ 20-ന്. ബോളിവുഡ് ഇതിഹാസം ധർമ്മേന്ദ്ര അന്തരിച്ചത് നവംബർ 24-ന്. കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല അന്തരിച്ചത് നവംബർ 29-ന്. മലബാറിൽ നിന്നുള്ള ആദ്യ മുസ്ലിം വനിതാ നിയമസഭാംഗമായിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത് ഡിസംബർ 8-ന്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി M. വർഗീസാണ് വിധി പ്രസ്താവന നടത്തിയത്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്നും കോടതി കണ്ടെത്തി. ഡിസംബർ 11 രണ്ടാം ഘട്ടമായി തൃശൂർ ഉൾപ്പെടെ 7 ജില്ലകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനം വിധി എഴുതി. നടിയെ ആക്രമിച്ച കേസിലെ വിധി വന്നത് ഡിസംബർ 12-ന്. 1 മുതൽ 6 വരെയുള്ള പ്രതികളായ പൾസർ സുനി എന്ന സുനിൽകുമാർ, മാർട്ടിൻ ആന്റണി, B. മണികണ്ഠൻ, VP വിജീഷ്, H. സലീം എന്ന വടിവാൾ സലീം, പ്രദീപ് എന്നിവരാണ് കുറ്റക്കാർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നത് ഡിസംബർ 13-ന്. സംസ്ഥാനത്ത് UDF തരംഗം. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച് NDA. 1 പതിറ്റാണ്ടിന് ശേഷം തൃശൂർ കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിച്ച് കോൺഗ്രസ്. നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ വിട പറഞ്ഞത് ഡിസംബർ 20-ന്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നത് ഡിസംബർ 20-ന്. സ്വർണ്ണവില ചരിത്രത്തിലാദ്യമായി ലക്ഷം കടന്നതിനും 2025 സാക്ഷ്യം വഹിച്ചു. പവന് 1,01,600 രൂപയാണ് ഡിസംബർ 23-ന് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. ഡിസംബർ 26 തൃശൂർ കോർപ്പറേഷൻ മേയറായി ഡോക്ടർ നിജി ജസ്റ്റിനെ തിരഞ്ഞെടുത്തു. 2 സ്വതന്ത്രരെ ഉൾപ്പെടെ 35 വോട്ടുകൾ നേടിയാണ് കോൺഗ്രസിന്റെ പ്രഥമ വനിതാ മേയറായി നിജി ജസ്റ്റിൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. മേയർ പദവിയിൽ നിന്നും തഴഞ്ഞതിൽ അതൃപ്തി പരസ്യമാക്കി കോൺഗ്രസ് കൗൺസിലർ ലാലി ജെയിംസ് പാർട്ടി നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയത് ഡിസംബർ 26. മേയർ സ്ഥാനം പണം വാങ്ങി വിറ്റു എന്ന ഗുരുതര ആരോപണമാണ് ലാലി ജെയിംസ് ഉന്നയിച്ചത്. ഇത് വലിയ വാർത്തയായി. വലിയ രാഷ്ട്രീയ വിവാദം സൃഷ്ടിച്ച ഒന്നായി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് മാറിയത് ഡിസംബർ 27-ന്. കോൺഗ്രസ് വിമതൻ LDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മാറിയപ്പോൾ BJP അംഗങ്ങളുടെ പിന്തുണയോടെ കോൺഗ്രസിന്റെ സ്വതന്ത്ര പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സംസ്ഥാന തലത്തിൽ തന്നെ ഏറെ ചർച്ചയായി. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് കോൺഗ്രസിൽ നിന്ന് 8 അംഗങ്ങൾ രാജിവെച്ചിരുന്നു. ഈ 8 പേരുടെയും BJPയിലെ 3 അംഗങ്ങളുടെയും പിന്തുണയോടെയാണ് ടെസ്സി ജോസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. BJP പക്ഷത്തെ 1 വോട്ട് അസാധുവായി.
24 അംഗങ്ങളുള്ള മറ്റത്തൂർ പഞ്ചായത്തിൽ LDF 10, UDF 8, BJP 4, സ്വതന്ത്രർ 2 എന്നിങ്ങനെയാണ് കക്ഷിനില. 2025 ഒട്ടേറെ സംഭവങ്ങൾക്ക് ജില്ല സാക്ഷ്യം വഹിച്ചു. കവർച്ചകൾ കുറച്ചൊന്നുമല്ല പോയ വർഷം ജില്ലയിലുണ്ടായത്. സാമ്പത്തിക ഓൺലൈൻ തട്ടിപ്പുകൾ ഏറി വന്നതും പോയ വർഷത്തിൽ കണ്ടു. ലഹരി മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിക്കുന്നുവെന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ്. ഹോട്ടലുകളിലും ഫാസ്റ്റ് ഫുഡ് വിൽപ്പനശാലകളിലും നടത്തിയ റെയ്ഡിൽ പഴകിയ ഭക്ഷണ വസ്തുക്കൾ പിടിച്ചെടുത്ത സംഭവങ്ങളും ഏറെയായിരുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനയ്ക്കൊപ്പം സ്വർണ്ണവില ലക്ഷത്തിലേക്ക് കുതിക്കുന്നതും കണ്ടു. കൈക്കൂലി വാങ്ങവേ ഉദ്യോഗസ്ഥർ വിജിലൻസ് പിടിയിലായ സംഭവങ്ങളും നിരവധിയുണ്ടായി. ഒട്ടനവധി അപകടമരണങ്ങൾ പോയ വർഷം ജില്ലയിലുണ്ടായി. അമിതവേഗവും അശ്രദ്ധയും ലഹരി ഉൾപ്പെടെ കാരണങ്ങൾ നിരവധിയാണെങ്കിലും നിരത്തിൽ പൊലിഞ്ഞ ജീവനുകൾ കുറവല്ല. മുങ്ങിമരണങ്ങളും ഏറെയുണ്ടായി. കുളത്തിലും പുഴയിലും കടലിലുമായി നഷ്ടപ്പെട്ടത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ ജീവനുകളാണ്. ചെരിയുന്ന നാട്ടാനകളുടെ എണ്ണവും വർദ്ധിച്ചു. തകർന്ന റോഡുകളും നിർമ്മാണ പ്രവൃത്തികളും മൂലമുണ്ടായ ദുരിതം ചില്ലറയല്ല. ദേശീയപാതയിലടക്കം കുരുക്ക് രൂക്ഷമായതുമൂലമുള്ള ദുരിതവും ഏറെയായിരുന്നു. തെരുവുനായ ആക്രമണങ്ങളും പോയ വർഷം നിരവധിയുണ്ടായി. ഇതിന് ശാശ്വത പരിഹാരം ഇപ്പോഴുമായിട്ടില്ല. കാറ്റും മഴയും വെള്ളക്കെട്ടും വേനലും കൃഷിനാശമുണ്ടാക്കി. രോഗബാധയും വ്യാപക കൃഷിനാശത്തിന് വഴിവെച്ചു. കാട്ടുമൃഗങ്ങളുടെ ശല്യം പോയ വർഷം ഏറെയായിരുന്നു. കാട്ടാനയും കാട്ടുപന്നിയും കരടിയും പുലിയും ഉൾപ്പെടെ വനമേഖലയോട് ചേർന്നുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ ഭീതി പരത്തി. കനത്ത ചൂടും പെരുമഴയും ചുഴലിക്കാറ്റും വേലിയേറ്റവും ന്യൂനമർദ്ദവും മൂലം പോയ വർഷം ജില്ല ദുരിതമനുഭവിച്ചു. ഒട്ടേറെ ജനകീയ വിഷയങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ പോയ വർഷം TCVക്ക് സാധിച്ചിട്ടുണ്ട്. അധികാരികളുടെ ഇടപെടൽ മൂലം നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരവുമുണ്ടായി. തൃശൂർ പോയ വർഷം ഇവിടെ സമാപിക്കുന്നു.